ഹലോ ഗൈസ്, അപ്പം ഇന്ന് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അവർ സ്കൂളിട്ട് വന്ന സമയത്ത് പിന്നെ ഞങ്ങൾ വേഗം റെഡിയായി ഇറങ്ങിയിട്ടു. സാധാരണ അവർക്ക് സ്കൂളിട്ട് വന്ന 2 മണിക്കൂർ വേണ്ടിയിട്ട് ഒന്ന് റെഡിയായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ അരമണിക്കൂർ കൊണ്ട് എല്ലാം കഴിഞ്ഞ് അവർ റെഡിയായി ഇറങ്ങിയിട്ടോ. അവിടുന്ന് ഞങ്ങൾക്ക് കുറച്ച് ദൂരമുണ്ട് കേട്ടോ ബസ് കയറാൻ വരാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടുന്ന് ഞങ്ങൾ ബസ്സൊക്കെ കയറി അങ്ങനെ ഞങ്ങൾ പോയിട്ടോ പോന്നു. അങ്ങനെ ഞങ്ങളുടെ സ്റ്റോപ്പ് ഏകദേശം എത്താറായി തുടങ്ങി കേട്ടോ. ഞങ്ങൾ സ്റ്റോപ്പിൽ ഇറങ്ങി. സാധാരണ വീട്ടിൽ നിന്ന് അച്ഛനോ ഏട്ടനോ ആരെങ്കിലും വിളിക്കാൻ വരിക കേട്ടോ ചെയ്യാറ്. ഇന്ന് രണ്ടുപേർക്കും ഒഴിവില്ലാത്ത കാരണം ഞങ്ങൾ ഓട്ടോ എടുത്തിട്ടാണ് പോകുന്നത്. ഞാൻ ഓട്ടോ എടുത്തിട്ട് വരുന്ന സമയമാണെങ്കിൽ ഞാൻ എൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നടക്കും കേട്ടോ. കാരണം ഒരു പാട് ഇറങ്ങി കയറാനുണ്ട് വീട്ടിലേക്ക്. അപ്പോൾ അത് കൂടെ നടന്നു പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. മക്കൾക്കും ഇഷ്ടമാണ് ഇത് കൂടെ വരുന്നത്. ഞങ്ങൾ ഓട്ടോ എടുത്ത് വരികയാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇത് കൂടെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇതിങ്ങനെ നടന്നു വരിക കേട്ടോ. ഭയങ്കര സന്തോഷം തോന്നുന്നൊരു സമയമാണ് കേട്ടോ. അത് എല്ലാവർക്കും അങ്ങനെയായിരിക്കും. നമ്മൾ ജനിച്ച് വളർന്ന സ്ഥലത്ത് കൂടെ നമ്മൾ നമ്മുടെ മക്കളെയും കൂട്ടി ഇങ്ങനെ പോകുമ്പോൾ അവർ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് അതെന്തായി ഇതെന്താന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ കൊടുത്ത് വീട്ടിലേക്ക് പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു സുഖമുള്ള അനുഭവമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് എൻ്റെ വീട്ടിലെത്താറായിട്ടോ. ഞങ്ങൾ വരുന്ന കാര്യം ആർക്കും അറിയില്ല. അച്ഛനും ഏട്ടനും അമ്മയ്ക്കും എഴുത്തമ്മയ്ക്കും ആർക്കും അറിയില്ല കേട്ടോ. വന്നപ്പോൾ തന്നെ എല്ലാവരും സർപ്രൈസ്ഡായിപ്പോയി കേട്ടോ. വന്ന വഴിക്ക് തന്നെ എനിക്ക് ചീത്ത കേട്ടോ കേട്ട് വിളിക്കാതെ വന്നു പറഞ്ഞിട്ട് വിളിച്ചിട്ട് ചെല്ലണ അമ്മ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അത് കുട്ടികൾക്കൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അപ്പം തന്നെ ദോശയൊക്കെ ഉണ്ടാക്കാൻ തന്നു കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ അമ്മയും മക്കളുടെ വയറിറക്കൽ പ്രധാനമാണ് കേട്ടോ. അങ്ങനെ അവർക്ക് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. കൂട്ടത്തിൽ എനിക്കും കഴിക്കാൻ തന്നു. അങ്ങനെ ഞാനും കഴിച്ചു. അത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ.